അങ്ങനെ നമ്മൾ ഏർവാട് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ യാത്ര ഇതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി സ്ഥലങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മളെ യാത്ര. അപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാനും വേണ്ടി ഇതാ പേരക്ക അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ കണ്ടപ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കിട്ടോ. നമ്മളൊപ്പം ഫിലിം കൂടിയാണ് ഇത് ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ അത് വാങ്ങി വീണ്ടും നമ്മളെ യാത്ര മുന്നോട്ടാണ്. ഈ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര അത് വേറെ വൈബനല്ലേ. കുന്നും മലകളൊക്കെ താണ്ടിക്കാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എടുക്കുന്നത് രണ്ടാമത്തെ ടോൾ ബൂത്ത്. ഇവിടെയും കൊടുത്തിട്ട് നമ്മൾ കായി കൊടുക്കാതെ നമ്മൾ വിടൂലല്ലോ. അപ്പോഴാണ് നമ്മളെ വണ്ടിക്ക് ദാഹിച്ചത്. കുറച്ച് എണ്ണ അടിച്ചു മധുര കഴിഞ്ഞപ്പോഴാണ് എന്ത് നമ്മൾ പള്ളി കണ്ടത് കേട്ടോ. കുറെ നേരം നമ്മൾ തപ്പെടുക്കണം. ഏതായാലും കണ്ടു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ പുറത്തന്നെ കുട്ടികൾ എന്ത് കണ്ട് പാനിപൂരി കണ്ട്. അത് മാണം ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുള്ളൂ. വണ്ടി കയറി തിന്നപ്പോ ഭയങ്കര ടേസ്റ്റ്. പിന്നെയും കുട്ടികൾക്ക് മാറുന്നത്. അങ്ങനെ കുറച്ച് മുന്നിൽ പോയപ്പോൾ വേറെ സ്ഥലത്ത് നമ്മൾ നിർത്തിട്ടോ. അത് നമ്മളെ ഒന്ന് രണ്ട് ഐറ്റംസ് ആണ് പറഞ്ഞിട്ടോ. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റുമാണ്. ഫീൽ എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് വണ്ടിക്ക് കൊണ്ട് കൊണ്ടുവരുത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അതാ റിസ്മാനൊക്കെ വണ്ടി ഒന്ന് എടുക്കാണ്ട് ഞങ്ങൾ അത് കഴിച്ച് കുറച്ച് മുന്നിൽ വന്നപ്പോ വീണ്ടും ടോൾ ബൂത്ത് ഇട്ടോ. അതാ ടോൾ ബൂത്ത് 3-4 ചിലവർക്ക് 150 160 ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ സമയം 6:30 മണിയായിട്ടുണ്ട്. ഒരു ചായ എടുക്കാരൻ നമ്മൾ വീണ്ടും നിർത്തിട്ടോ. ഇവിടെ ഹൈവേന്റെ സൈഡ് തന്നെയാണ് യാത്ര. വീണ്ടും തുടങ്ങി. കുറച്ച് മുന്നോട്ട് പോയപ്പോ ഒരു പള്ളി കണ്ട് അവിടെ കയറി നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച് യാത്ര വീണ്ടും ആരംഭിച്ചു. കൂരിട്ടില്ലേ, വാഹനങ്ങളൊക്കെ കുറവാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് അങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് ഏർവാടി എന്നുള്ള ബോർഡും കണ്ട് ഇത് പകലെടുത്ത വീഡിയോ കേട്ടോ. ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതായാലും നമ്മൾ ഏർവാടി മക്കാമിൽ എത്തിയിട്ടുണ്ട്. ഇതാ ആ കാണുന്നതാണ് ഏർവാടി മക്കാമിന്റെ മെയിൻ ഗേറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി നേരെ പള്ളിക്കലായിട്ട് ആദ്യം കയറിയത്. പള്ളി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതാ നമ്മളെ നൂറാജ്മീർ ഉസ്താദിനെ കണ്ട്. ആരെ? വലിദ്ദീൻ ഫൈസിനെ. ഉസ്താദും കുട്ടികളും ഇവിടെ സിയാറത്തിന് വന്നാണ്. അങ്ങനെ ഓരപ്പം നിന്നാണ്ട് നമ്മൾ ഓരോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് നേരെ പുറത്തേക്ക് വന്ന് പുറത്തുനിന്ന് പിന്നെ നേരെ ഒന്നും നോക്കിയില്ല. ഹോട്ടലിൽ കയറി ഇതാ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിനും വേണ്ടി ഇതാ പുറത്തേക്ക് പോയതാണ്. റൂം നമുക്ക് ബാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മക്കാമിന്റെ തൊട്ടടുത്ത് തന്നെ റൂം കിട്ടിയിട്ടുണ്ട്. കാറേ ഹോട്ടലിൽ മുന്നിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല അടിപൊളി സ്പേസ് തന്നെ കിട്ടി. അങ്ങോട്ട് പാർക്ക് ചെയ്താൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയി റൂമൊക്കെ കണ്ടു. നല്ല ക്ഷീണുണ്ട്. രാവിലെ തുടങ്ങിയാണല്ലോ യാത്ര. ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട്. ഇനി പോയി കിടന്നുറങ്ങട്ടെ. ബാക്കി നാളെ കാണാം. പാർട്ട് 3 ആയിട്ട് നമ്മൾ വരാം. അപ്പം ആരും കാണാൻ മറക്കരുത്. ആയിക്കോട്ടെ.